ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആദ്യമേ തന്നെ ഒരു പുതുവത്സര ആശംസകൾ ഞാൻ നേരുകയാണ്. അപ്പോൾ നമ്മളിന്ന് 2020 പിറന്നിട്ട് ആദ്യമായിട്ട് ഒരു വീഡിയോ ചെയ്യുകയാണ്. ഞാനിന്ന് ചെയ്യുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബട്ടർ ചിക്കൻ മസാല ചെയ്യുന്നത്. നമ്മൾ വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാം. നമ്മളിപ്പോൾ റെസ്റ്റോറൻറ്റിലൊന്നും പോയി കഴിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി നല്ല വൈറ്റ് റൈസിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. 2020 നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമുക്ക് ആ വീഡിയോയിലേക്ക് ഒന്ന് കിടക്കാം. ഞാൻ ആദ്യം തന്നെ ആ ചിക്കൻ ഒന്ന് അരിഞ്ഞെടുക്കുകയാണ്. ഞാനൊരു 800 ഗ്രാം ബോൺലെസ് ചിക്കനാണ്, ചിക്കൻ ബ്രസ്റ്റ് ആണെന്ന് എടുത്തേക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാനതൊന്ന് അരിഞ്ഞെടുക്കാം. ഞാൻ ഈ ചിക്കൻ ഒന്ന് ആദ്യം തന്നെ മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണ്. ഒരു 10 മിനിറ്റ് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് അതൊന്ന് പാൻ ഫ്രൈ ചെയ്തെടുക്കാം. അതിന് തന്നെ ഒരു ടേബിൾ സ്പൂൺ, ഞാനിത് ജിഞ്ചറും ഗാർലിക് കൂടി പേസ്റ്റ് ആക്കിയതാണ്. അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചറും ഗാർലിക് പേസ്റ്റ് കൂടി ഇടാം. പിന്നെ ഒരു ടീസ്പൂൺ മസാലപ്പൊടി, അത് നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. ഫെനുഗ്രീക്ക് ലീവ്സ് ഉള്ള മസാലപ്പൊടി നോക്കി വാങ്ങിക്കുക. ഞാനിവിടെ ഉപയോഗിക്കുന്നത് കസൂരി മേത്തി ഉള്ള മസാലപ്പൊടിയാണ്. അത് നമ്മുടെ ഉലുവയുടെ ഇലയാണ്. അപ്പോൾ നിങ്ങളത് നോക്കി വാങ്ങിക്കുക. ഞാനിവിടെ MDHൻ്റെ ചിക്കൻ മസാലയാണ്. അപ്പോൾ അതിനകത്ത് കസൂരി മേത്തി അടങ്ങിയിട്ടുണ്ട്. അങ്ങനെ അടങ്ങിയിട്ടില്ലെങ്കിൽ നമ്മളത് സെപ്പറേറ്റ് വാങ്ങിച്ചിടണം കേട്ടോ. പിന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഒരല്പം ലെമൺ ജ്യൂസ്, ഒരു ആവശ്യത്തിന് നമുക്ക് ഉപ്പ് ഇടാം കേട്ടോ. ഞാനിപ്പോൾ അതിനകത്തേക്ക് ഒരു 25 ഗ്രാം ബട്ടർ ഇട്ട് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലാണ് നമ്മൾ പാൻ ഫ്രൈ ചെയ്യുന്നത്. നമുക്ക് ഇപ്പോൾ ബട്ടർ കിട്ടിയില്ല എന്ന് വിചാരിച്ചാൽ നമുക്ക് വെജിറ്റബിൾ ഓയിലോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ എന്തെങ്കിലും നമുക്കത് ചെയ്തെടുക്കാവുന്നതാണ്. നമ്മൾ ഒരിക്കലും വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്. നമ്മൾ കോക്കനട്ട് ഓയിൽ നമ്മൾ ഉപയോഗിക്കരുത്. അതിൻ്റെ ടേസ്റ്റ് വേറെ ആയിപ്പോകും. നമ്മൾ കൂടുതൽ ഡീപ് ഫ്രൈ ചെയ്യേണ്ട, നമ്മളൊന്ന് പാൻ ഫ്രൈ ചെയ്താൽ മതി. ചിക്കൻ ഇപ്പോൾ വെന്തിട്ടുണ്ട്. ഇനി നമ്മളത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമ്മൾ ഈ പാത്രത്തിൽ തന്നെയാണ് നമ്മൾ സവാള വഴറ്റിയെടുക്കുന്നത്. അതിൻ്റെ ഗ്രേവിക്ക് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു 1.5 സവാളയാണ് എടുക്കുന്നത്. 1.5 സവാള 3 തക്കാളി നമ്മൾ അരിഞ്ഞെടുക്കുകയാണ് ഇപ്പോൾ ആദ്യം തന്നെ. നമുക്ക് ആ സവാള ഒന്ന് ആദ്യം തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. ഞാനിപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചാൽ 1.5 സവാളയാണത്. സവാള ഒന്ന് നമുക്ക് വഴറ്റിയിട്ടുണ്ട്. ഇനി ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചറും ഗാർലിക് പേസ്റ്റും കൂടി ഞാൻ അതിനകത്തേക്ക് ചേർക്കാണ്. ഇനി നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച ആ തക്കാളി
ഇനി ഞാൻ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മസാലപ്പൊടി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ, പിന്നെ എടുത്തു വെച്ച കഷ്ണ പരിപ്പ് ഒരു 25 ഗ്രാം, ഒരു ടീസ്പൂൺ പഞ്ചസാര, ഒരു ടീസ്പൂൺ വിനാഗിരി, ഒരു നുള്ള് ജീരകം, ഇനി ഞാൻ ഇതിലേക്ക് 1 ഗ്ലാസ് ചൂടുവെള്ളം ഒഴിക്കുകയാണ്. ഇനി നമുക്കതൊരു 5 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് അതിൻ്റെ ഫുഡ് കളറൊന്നും ആഡ് ചെയ്യേണ്ട, നമുക്ക് അതിന് ഗ്രേവിക്ക് നന്നായിട്ട് കളർ കിട്ടും. ഇനി നമ്മൾ ആ കശുവണ്ടി പരിപ്പ് ഇനി ചേർക്കാൻ താല്പര്യമില്ലാത്തവർക്ക് നമുക്ക് കശ് വാങ്ങിക്കാൻ കിട്ടും. നമ്മൾ പോപ്പി സീഡ് എന്നൊക്കെ പറയും. അപ്പോൾ നമുക്ക് അത് വാങ്ങിക്കാൻ കിട്ടും. അത് വേണമെങ്കിൽ കശുവണ്ടി പരിപ്പിന് പകരം നമുക്ക് ഇതേപോലെ തന്നെ ചേർക്കാം. അപ്പോൾ നല്ല ഗ്രേവി നല്ല കൊഴുപ്പിൽ തന്നെ കിട്ടും. ഇനി നമുക്കൊരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് അതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഗ്രേവി ആയിട്ടുണ്ട്. ഇനി ഞാനൊന്ന് പതിയെ ഒന്ന് തണുപ്പിക്കുകയാണ്. അതൊന്ന് പെട്ടെന്ന് നമുക്ക് ആ ചൂടോടെ തന്നെ നമുക്ക് ബ്ലെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരു 2 മിനിറ്റ് നമുക്കൊന്ന് പുറത്ത് വെച്ചൊന്ന് ആറിയിട്ട് നമുക്കത് ബ്ലെൻഡ് ചെയ്യാം. ഞാനിതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളതൊന്ന് അരിച്ചെടുക്കണം. നമുക്ക് അത് സോഫ്റ്റ് ആയിട്ടുള്ള നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഗ്രേവി കിട്ടാൻ വേണ്ടി കളിയുടെ തൊലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിനകത്ത് ഉണ്ടാവും. അപ്പോൾ ഞാനൊന്ന് അരിച്ചെടുക്കണം ആദ്യം തന്നെ. ഞാനിപ്പോൾ സ്ട്രെയിൻ ചെയ്ത ഗ്രേവി ഇതിനകത്തേക്ക് ഒന്ന് ഒഴിക്കുകയാണ്. നമ്മൾ ആ പാൻ ഒന്ന് ചൂടായിട്ട് ഇനി കൂടുതൽ തിക്കാണെങ്കിൽ നമുക്കൊരു അല്പം കൂടി ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ചിട്ട് നമുക്ക് ചിക്കൻ ഇടാം. ഞാൻ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം ഒന്ന് ആഡ് ചെയ്യാണ്. ഇനി ഫ്രഷ് ക്രീം ഇല്ലാന്ന് വെച്ചാൽ നമുക്ക് ടെൻഷൻ അടിക്കണ്ട. നമുക്ക് ഒരു 3% മിൽക്ക് നമുക്ക് ആഡ് ചെയ്യാം. ഇനി നമുക്കത് ചിക്കൻ ഇടാം. ഞാൻ ചിക്കൻ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ബട്ടർ ചിക്കൻ ഇപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. ഒരല്പം ഞാൻ ഒഴിക്കുകയാണ്. ഇനി നിങ്ങൾ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.